വെൽക്കം ടു ഡീപ് റീഡ്സ്. ഞാൻ ദീപ്തി ടെറൻസ്. ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് ഹരിത സാവിത്രി എഴുതിയിരിക്കുന്ന സിൻ എന്ന നോവലാണ്. ആദ്യമേ തന്നെ ഞാൻ എല്ലാവർക്കും ഓണാശംസകൾ നേരുകയാണ്. നിങ്ങളുടെ ഫാമിലിക്കും നിങ്ങൾക്കും എല്ലാവർക്കും സന്തോഷവും സമൃദ്ധിയും സമാധാനവും ഒക്കെ ഉണ്ടാവട്ടെ. എല്ലാവരും നന്നായിരിക്കണം, എല്ലാവർക്കും ആരോഗ്യം ഉണ്ടാവട്ടെ എന്നുള്ളതാണ് ഞാനിപ്പോൾ ഈ ഓണത്തിന് ആശംസിക്കുന്നത്. ഇനി നമുക്ക് ഈ വീഡിയോ റിവ്യൂ തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് ആദ്യമായിട്ട് ഒരു ഓണം ഗിവ് അവേ ഞാനിപ്പോൾ അനൗൺസ് ചെയ്യാണ്. അപ്പോൾ ഈ പുസ്തകമാണ് ഞാൻ ഓണം ഗിവ് അവേക്ക് സമ്മാനമായിട്ട് തരാൻ പോകുന്ന പുസ്തകം, ഹരിത സാവിത്രിയുടെ സിൻ എന്ന നോവൽ. അപ്പോൾ ഇതിനകത്ത് ഞാൻ സാധാരണ വലിയ കണ്ടീഷൻസ് ഒന്നും ഞാൻ പറയാറില്ല. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ എൻ്റെ ഒരു സ്വാർത്ഥത പ്രകാരം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇതിപ്പോൾ സെപ്റ്റംബർ എന്ന് പറയുമ്പോൾ 9-ാം മാസമായി. ഇനി ഒരു 3 മാസം കൂടി കഴിഞ്ഞാൽ ഈ കൊല്ലം തീരും. അപ്പോൾ ഈ 9 മാസത്തിൽ ജനുവരി തൊട്ട് ഈ 2024 നിങ്ങൾ വായിച്ചിട്ടുള്ള ഏറ്റവും നിങ്ങളെ കരയിപ്പിച്ചതാവാം, സന്തോഷിപ്പിച്ചതാവാം, നിങ്ങൾക്ക് പ്രേമം ഒക്കെ അങ്ങനത്തെ ഒരു ഫീലിങ്സ് തോന്നിയ പുസ്തകം, ഏത് ടൈപ്പ് പുസ്തകമായിക്കോട്ടെ, അത് ഇംഗ്ലീഷോ മലയാളമോ ആയിക്കോട്ടെ, അത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പുസ്തകത്തിൻ്റെ പേരും അതിൻ്റെ ഓഥറും, പിന്നെ അതിൻ്റെ ഒരു വൺ ലൈനർ എന്ന് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ ഈ പുസ്തകത്തിൻ്റെ ഒരു വൺ ലൈനർ പറയുകയാണെങ്കിൽ, കലാപഭൂമിയായിട്ടുള്ള തുർക്കിയിലേക്ക് സ്വന്തം കാമുകനെ തേടി കാമുകനെ അന്വേഷിച്ചെത്തുന്ന സീത എന്ന ഒരു ഇന്ത്യൻ യുവതിയുടെ കഥയാണ് സിൻ എന്ന് ഞാൻ പറയുകയാണ്. അപ്പോൾ അതൊരു വൺ ലൈനർ പോലെ ഒരു ഇതിൻ്റെ ഒരു ചെറിയ സംക്ഷിപ്ത രൂപം, അതും നിങ്ങളൊന്ന് എഴുതിയിടണം. ഇതിലിപ്പോൾ സ്വാർത്ഥത എന്ന് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, എനിക്കും എൻ്റെ TBRലേക്ക് കുറേ പുസ്തകങ്ങൾ അങ്ങനെ കിട്ടും. അപ്പോൾ അതിൽ നിന്ന് ഞാൻ കളക്ട് ചെയ്തിട്ട് നല്ല ഒരു പുസ്തകവും നല്ല ഒരു കമൻറ്റും കണ്ടുപിടിച്ചിട്ട് അതിന് ഞാൻ സമ്മാനം തരുന്നതാണ്. ഈ ഒരു പുസ്തകമേ തരാൻ എന്നെക്കൊണ്ട് പറ്റുകയുള്ളൂ. അപ്പോൾ പിന്നെ നമുക്കിനി ക്രിസ്മസ് അതിനൊക്കെ നമുക്ക് ആലോചിക്കാം, ഗിവ് അവേസ് ആലോചിക്കാം. അപ്പോൾ ഈ ഒരു ഗിവ് അവേ ഞാനിപ്പോൾ ഈ ഓണത്തിന് സിൻ എന്ന നോവലാണ് തരുന്നത്. അപ്പോൾ അതിൻ്റെ കണ്ടീഷൻ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നോവൽ നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യാനായിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കളോട് പറയാം. ഇങ്ങനെ ഒരു കോൺടെസ്റ്റ് നടക്കുന്നുണ്ട്, നിങ്ങൾക്ക് അവർക്കും താല്പര്യമുണ്ടെങ്കിൽ അവരോട് കമൻറ്റ് ചെയ്യാനും ഇതൊക്കെ പറയുക. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ഒരാൾക്ക് ഈ നോവൽ കിട്ടട്ടെ എന്ന് ഞാൻ ഈ ഓണത്തിന് അങ്ങനെ ഒരു ഗിവ് അവേ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. പിന്നെ ഇതിനകത്ത് ഞാൻ സമയം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്ന ദിവസം തൊട്ട് സെപ്റ്റംബർ 30 വരെയുള്ള ഒരു ദിവസം ഞാൻ പറയുകയാണ്. അപ്പോൾ ഏകദേശം ഒരു 15 ദിവസത്തിൻ്റെ അടുത്തുണ്ടാവും. അപ്പോൾ ആ 15 ദിവസത്തിൽ നിങ്ങൾ ഏറ്റവും നല്ലൊരു കമൻറ്റും കാണിച്ചു. അപ്പോൾ ഒക്ടോബർ ആദ്യത്തിൽ ഞാൻ ഇടുന്ന വീഡിയോസിൽ ഞാൻ സമ്മാനവും ആളെയും പറയുന്നതായിരിക്കും. അപ്പോൾ ഒരു സെപ്റ്റംബർ 30 വരെയാണ് ഇതിൻ്റെ സമയം. ഇതിൻ്റെ 2 കോപ്പീസ് ഉണ്ട്, സിൻ എന്ന് പറഞ്ഞിട്ട്. ഇതിപ്പോൾ 3-ാം പതിപ്പാണ് ഞാൻ വായിച്ചിരിക്കുന്നത്. ഞാൻ ആദ്യമേ തന്നെ ഈ നോവൽ നല്ലതാണെന്ന് പറഞ്ഞിട്ട് ആദ്യമേ തന്നെ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. അതാണിത്. പക്ഷെ ഞാൻ വായിക്കാനെടുത്തപ്പോൾ അറിയാതെ ഈ പുസ്തകമാണ് വായിച്ചത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ കുത്തിക്കോറി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് തരുന്നില്ല. ഞാൻ തരുന്ന പുസ്തകം ഇതായിരിക്കും, ഈ ഒരു കവർ പേജുള്ള ബുക്കായിരിക്കും ഞാൻ തരുന്നുണ്ടാവാം. നമുക്കിനി സിൻ എന്ന നോവലിനെ പറ്റിയിട്ട് പറയാം. ഞാൻ ആദ്യമേ തന്നെ ഹരിത സാവിത്രിയെ പരിചയപ്പെടുത്തുകയാണ്. കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിലാണ് ജനനം. കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദം, പിന്നെ യൂണിവേഴ്സിറ്റി ഓഫ് ബാഴ്സലോണയിൽ നിന്ന് സാംസ്കാരിക സ്വത്വങ്ങളുടെ നിർമ്മാണവും പ്രതിനിധാനവും എന്ന വിഷയത്തിൽ ബിരുദാനന്തര ബിരുദങ്ങൾ. ഭാഷാശാസ്ത്രത്തിൽ ഗവേഷണ വിദ്യാർത്ഥിനിയാണ്. മുറിവേറ്റവരുടെ പാതകൾ എന്ന് പറഞ്ഞ പുസ്തകത്തിന് 2020 ഏറ്റവും മികച്ച യാത്രാ വിവരണ ഗ്രന്ഥത്തിനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട് കേരള സാഹിത്യ അക്കാദമിയുടെ. പിന്നെ ഇപ്പോൾ ഈ നോവലിന് 2023 ഏറ്റവും മികച്ച നോവലിനുള്ള അവാർഡ് കിട്ടിയിരിക്കുകയാണ്. കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഈ നോവലിനെ പറ്റി പറയുകയാണെങ്കിൽ, നിങ്ങൾ ഇറാൻ, ഇറാഖ്, അർമീനിയ, സിറിയ എന്നുള്ള രാജ്യങ്ങളിലൊക്കെ കുർദുകളുടെ കഥകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിൽ നിങ്ങൾക്ക് ഒരിക്കലും അവിടെ നിന്ന് പലായനം ചെയ്തിട്ടുള്ള ഒരു ഫാമിലിയിലെ ഏലാൻ കുർദി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടി മരിച്ചു കിടക്കുന്ന ഫോട്ടോ നിങ്ങൾക്ക് ഓർമ്മയിൽ വരും. അത് കുർദുകൾ എന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്ന കുഞ്ഞ് കടൽ തീരത്ത് കമിഴ്ന്ന് കിടക്കുന്ന ആ ഒരു ഫോട്ടോ ആണ്. അത് ഭയങ്കര ഹോണ്ടിങ് അല്ലെങ്കിൽ ഒരു ഹോറിഫിക് ആയിട്ടുള്ള ഒരു പിക്ചറായിരുന്നു. അന്ന് ഒരുപാട് മാധ്യമ ശ്രദ്ധകളൊക്കെ നേടിയിട്ടുള്ള
ഒരു പിക്ചറായിരുന്നു അത്. അതിനകത്ത് ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു ചരിത്രം പറയുകയാണെങ്കിൽ 1920 വേൾഡ് വാറിന് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ബ്രിട്ടനും ഫ്രാൻസും ഒക്കെയാണ് മുൻപന്തിയിൽ ജയിച്ചതായിട്ട് പറയുന്നത്. അപ്പോൾ അവർ എന്താണ്, ഫ്രാൻസിലെ സെവറസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രീറ്റി അവിടെ വെച്ചിട്ട് ഒരു ഉടമ്പടി ഉണ്ടാക്കുകയാണ്. അതായത് സിറിയ, അർമേനിയ, പിന്നെ ഇറാഖ്, ടർക്കി ഇവിടങ്ങളിലുള്ള ഒരു ന്യൂനപക്ഷമായിട്ടുള്ള ഒരു സമൂഹമാണ് മുസ്ലിം വിഭാഗമായ കുർദുകൾ. അപ്പോൾ ഈ കുർദുകൾക്ക് എല്ലാ രാജ്യത്തിൻ്റെയും ഒരു ഇങ്ങനെ, അത് നിങ്ങൾ മാപ്പിൽ നോക്കിയാൽ അറിയാം. നിങ്ങൾ ആ കുർദിസ്ഥാൻ്റെ മാപ്പ് എന്ന് പറഞ്ഞിട്ട് എടുത്ത് നോക്കിയാൽ കുറച്ച് ഒരു ഏരിയ അതൊരു രാജ്യമാക്കിയിട്ട്, കുർദിസ്ഥാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രാജ്യമാക്കിയിട്ടൊക്കെ വാഗ്ദാനം ചെയ്തിരുന്നു ഈ കുർദുകൾക്ക് വേണ്ടിയിട്ട്. പക്ഷെ അത് ഇത്രയും നാളിപ്പോൾ 2024 അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഈ നാടുകളിലൊക്കെ ഈ അർമേനിയ ആയാലും ഇറാഖ് ആയാലും ഒക്കെ ഇവർ ന്യൂനപക്ഷങ്ങളാണ്. അപ്പോൾ അവരെ അടിച്ചമർത്തുക എന്നുള്ളതാണ്. പിന്നെ ഒരു വംശീയ ഹത്യകൾ, അതായത് ജനസൈഡുകൾ അവിടെ നടക്കുന്നുണ്ട് ഈ കുർദുകൾക്ക് നേരെ. അത് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നതൊക്കെ സദ്ദാം ഹുസൈൻ്റെ കാലഘട്ടത്തിലൊക്കെയാണ്. അപ്പോൾ അതിൽ ഒരുപാട് YPJ, PKK എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കുർദുകളുടെ സംഘടനകളും കാര്യങ്ങളുണ്ട്, ഒരുപാട് കലാപങ്ങളുണ്ട്. അപ്പോൾ ഈ ISISും ഒക്കെ ആയിട്ടുള്ള ഒരു യുദ്ധം, മെയിനായിട്ട് ഇതിൻ്റെയൊക്കെ പിന്നിൽ അമേരിക്കയാണെന്ന് നമുക്ക് എല്ലാവർക്കും പറയാം. പക്ഷെ അവർ എന്തെന്നാണ്, നല്ല വെളുത്ത മുഖംമൂടിയൊക്കെ ധരിച്ച് നമ്മളൊന്നല്ല എന്നുള്ള പോലെ നിൽക്കുന്നുണ്ട്. അത് ഓക്കെ. അപ്പോൾ അത് നമുക്ക് ഇതിൻ്റെ പൊളിറ്റിക്കൽ ഇത് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു കാലഘട്ടത്തിലാണ് ഈ കുർദുകളുടെ നേരെ ഈ തുർക്കി ഗവൺമെൻറ്റിൻ്റെ വക ഒരു കലാപം, അതായത് ഇവരെ അടിച്ചമർത്തുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ ആ അടിച്ചമർത്തി ഒരു പരിധി കഴിഞ്ഞാൽ നമ്മൾ ഈ അടിച്ചമർത്തപ്പെടുന്നവർ, അതായത് ചവിട്ടി തേക്കുന്നവർക്ക് കുറച്ച് കഴിയുമ്പോൾ ഈ പോരാട്ടം എന്താണ്, അവരുടെ സർവൈവലിന് ഏറ്റവും അറ്റത്തെത്തുമ്പോൾ അവർ തിരിച്ച് പ്രതികരിക്കാൻ തുടങ്ങും. ആ പ്രതികരണമാണ് ഈ ഒരു പുസ്തകത്തിൽ മെയിനായിട്ട് പറയുന്നത്. അപ്പോൾ ഈ പുസ്തകത്തിൽ പറയുന്ന മെയിനായിട്ട് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ എതിർക്കുന്നവരെ ഈ ഗവൺമെൻറ് എന്ത് ചെയ്യും, പട്ടാളങ്ങളും പോലീസും ഒക്കെയാണ് അവിടെ ഭരിക്കുന്നത്. അവിടുത്തെ ഭരണാധികാരി എല്ലാ അധികാരവും കൊടുത്തിരിക്കുന്നത് പട്ടാളത്തിനാണ്. അപ്പോൾ ആ പട്ടാളത്തിന് കൊടുത്തിരിക്കുന്ന അധികാരത്തിൽ തോക്കുകൾ കഥ പറയുമ്പോൾ നമ്മൾ ഒരു എതിർപ്പ്, ഒരു ചെറിയൊരു എന്താണ് എന്ന്, നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത് എന്നുള്ള ഒരു ചെറിയ വാചകം പോലും ആ വ്യക്തിനെ ചിലപ്പോൾ തീവ്രവാദിയാക്കി മാറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലഘട്ടമാണ്. അപ്പോൾ അവിടേക്കാണ്, അങ്ങനെയുള്ള ഈ ഒരു നാട്ടിലേക്ക് ദിയർബക്കീർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത്, ടർക്കിയിലെ ദിയർബക്കീർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് സീത എന്ന ഇന്ത്യൻ യുവതി അവിടെ വന്നിറങ്ങുകയാണ്. അപ്പോൾ സീത ബാഴ്സലോണയിൽ ഗവേഷണ വിദ്യാർത്ഥിനിയാണ്. അപ്പോൾ അവളുടെ കൂടെയുള്ള ഒരു കൂട്ടുകാരിയായിട്ട് അവളുടെ കൂടെ ഒരുമിച്ച് ഫ്ലാറ്റിൽ താമസിക്കുന്നതാണ് ഗുല്ലിൻ്റെ ചേട്ടനാണ് ദേവ്രാൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ദേവ്രാനെയാണ് ഈ സീത സ്നേഹിക്കുകയും അപ്പോൾ ഇവർ തമ്മിൽ ഒരുമിച്ച് ജീവിക്കാം എന്നുള്ള ധാരണയിലൊക്കെയാണ് ഒരു പ്രേമിക്കുകയും കാര്യങ്ങളൊക്കെ സ്നേഹമൊക്കെ ഉണ്ടാകുന്നത്. പക്ഷേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ദേവ്രാൻ തിരിച്ചു വരികയും നാട്ടിലേക്ക് അച്ഛനെയും അമ്മേനെയൊക്കെ കാണാൻ വന്നതിന് ശേഷം പിന്നെ അവൻ തിരിച്ചു വന്നില്ല. അപ്പോൾ അവനെ കാണാതെ ഇരിക്കുന്നു. അപ്പോൾ അവൾ ഗർഭിണിയാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറയുകയും ദേവ്രാൻ്റെ കൂടെ ജീവിക്കുകയും വേണ്ടിയിട്ടാണ് അവൾ തുർക്കിയിലേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെ തുർക്കിയിലേക്ക് വരുമ്പോൾ ഇവൾ വന്നിറങ്ങുന്നത് ദേവ്രാൻ്റെ ചേട്ടൻ അർമാനുണ്ട്, പിന്നെ ഗുൽ ഇവർ 3 പേരെയും കാണാനില്ല. അപ്പോൾ ഇവളവിടെ അന്വേഷിച്ച് വരുന്നത് തിമൂർ എന്ന് പറഞ്ഞ ഒരു സുഹൃത്തിൻ്റെ കൂടെയാണ്. അപ്പോൾ തിമൂർ ടർക്കിയാണ്. അതായത് ഈ കുർദുകളും ടർക്കിയും രണ്ടും ടർക്കിഷ് പൗരന്മാർ തന്നെയാണ്. പക്ഷേ കുർദുകൾ എന്താണ്, ന്യൂനപക്ഷവുമാണ്, അവർക്കെതിരെയാണ് കലാപങ്ങൾ നടക്കുന്നതെന്ന് പറയുമ്പോൾ അവർക്ക് അവകാശങ്ങളില്ല. പക്ഷേ തിമൂർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു മന്ത്രിയായ കൊപ്രലു എന്ന് പറഞ്ഞിട്ടുള്ള ഈ ടർക്കി ഗവൺമെൻറ്റിൻ്റെ ഒരു മന്ത്രിയുടെ അനന്തരവനാണ് തിമൂർ. അപ്പോൾ തിമൂറിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് ഇവിടെ ഈ സീത അന്വേഷിക്കുന്നത്. അങ്ങനെ ഇവർ വരുമ്പോൾ, ഇവർ അന്വേഷിച്ച് പോകുമ്പോൾ ഈ അർമാൻ അല്ലെങ്കിൽ ദേവ്രാനെ പറ്റിയിട്ട് അന്വേഷിക്കുമ്പോൾ അത് ചോദിക്കുന്ന ആൾക്കാരുടെയൊക്കെ പകപ്പും അവർ തമ്മിൽ, അപ്പോൾ ഇവർ അതായത് അർമാൻ, ദേവ്രാൻ, ഗുല്ല് ഒളിവിലാണ് എന്നൊക്കെ അറിയുമ്പോൾ ഇവർ അന്വേഷിച്ച് വന്നതുകൊണ്ട് മാത്രം ഈ തിമൂറിനെയും സീതയെയും ഇവരെന്താണ്, കലാപകാരികളെ അല്ലെങ്കിൽ തീവ്രവാദികളെ അന്വേഷിച്ച് വന്നു കഴിഞ്ഞാൽ എന്താണ്, നമ്മളും തീവ്രവാദികളാവും. അങ്ങനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. പിന്നീട് അവിടുന്ന് സീതയുടെ
എന്താണ് ഒരു ജീവിതമാണ് ഇതിനകത്ത്. അവളുടെ പോരാട്ടങ്ങളാണ്, അവൾ നേരിടേണ്ടി വന്ന കഷ്ടപ്പാടുകൾ, അവൾ ശാരീരികമായും മാനസികമായിട്ടും അവൾ അനുഭവിക്കുന്ന, പിന്നെ അവൾ മരണത്തിൻ്റെ വക്കിലെത്തുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കഥയാണ് ഈ നോവൽ സിൻ എന്ന് പറഞ്ഞ നോവൽ. അപ്പോൾ ഇതിനകത്ത് ഈ സിൻ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ജീനി എന്നാണ്. അപ്പോൾ ഈ ജീനി എന്ന വാക്ക് ഈ കുർദ് ഭാഷയിലെ ഏറ്റവും പ്രമുഖമായ ഭാഷയാണ് കുർമാഞ്ചി. അപ്പോൾ ആ കുർമാഞ്ചിയിൽ ഏറ്റവും കുർമാഞ്ചിയാണ് കൂടുതൽ പേര് അവിടെ സംസാരിക്കുക. അപ്പോൾ അതിലുള്ളൊരു വാക്കാണ് ജീനി എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ നോവൽ വായിക്കുമ്പോൾ ഒരുപാട് സങ്കടകരമായിട്ടുള്ള നോവലാണ്. ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ നമുക്ക് സങ്കടം വരുന്ന ഒരു നോവലാണ്. അപ്പോൾ അങ്ങനെ ഓരോ കഥാപാത്രങ്ങളായിട്ട്, അതിപ്പോൾ അർമാനായാലും ദേവ്രാനായാലും ഇപ്പോൾ അവരുടെയൊക്കെ പാരൻസ് ആയാലും, അല്ലെങ്കിൽ ഈ കുർദുകളിൽ ഭർത്താക്കന്മാർ മരിച്ചിട്ടുള്ള സാരിയ, യാര, അങ്ങനെയൊക്കെ ഉള്ള ഒരു നർജസ് എന്ന് പറഞ്ഞൊരു സ്ത്രീയെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് നോക്കുമ്പോൾ മെയിനായിട്ട് ഓരോ വാതിലുകളിൽ മുട്ടുമ്പോൾ, സഹായത്തിനായിട്ട് നമ്മൾ വാതിൽ മുട്ടി നമ്മൾ തുറക്കുമ്പോൾ അത് തുറക്കുന്നത് സ്ത്രീകളാണ്. കാരണം ഒന്നെങ്കിൽ അവരുടെ പുരുഷന്മാർ മരിച്ചു പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ജയിലിലായിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവരെ കാണാനില്ലാണ്ടാവും, അല്ലെങ്കിൽ ഒളിവിലായിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ പക്ഷേ ഈ സ്ത്രീകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പേടിച്ചരണ്ട് വീടിൻ്റെ ഉള്ളിൽ കുത്തി, അവർ ഈ പട്ടാളക്കാർ നിൽക്കുമ്പോൾ തന്നെ ഈ സീതയെ ആയാലും തിമൂറിനെ ആയാലും ഒക്കെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇതിലാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ വായിക്കുമ്പോൾ ഈ ജീനി എന്നുള്ളത് പറയുമ്പോൾ നമ്മൾ ഈ നർജസും യാരയും സാരിയും എല്ലാവരും ജീനികളാണ്. പിന്നെ ഇതിനകത്ത് ഒരുപാട് കഥാപാത്രങ്ങൾ, നന്മയുള്ള കഥാപാത്രങ്ങൾ, അവരൊക്കെ ജീനികളാണ്. ഇപ്പോൾ ഇതിനകത്തൊരു ഡോക്ടർ ഒമർ അർമാഗനുണ്ട്. പിന്നെ അതുപോലെ ഈ ബാഴ്സലോണയിൽ നിന്ന് സീതയെ അന്വേഷിച്ച് വരുന്ന ഹെൻഡ്രിക്ക്, പിന്നെ മാർക്ക്, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ, മോൺസെ എന്ന് പറഞ്ഞുള്ള ഒരു യുവതിയൊക്കെ വരുന്നുണ്ട്. അത് വിമൻ സ്റ്റഡീസിൻ്റെ ഒരു ഭാഗമായിട്ട്. കാരണം ഈ കുട്ടി ബാഴ്സലോണയിൽ പഠിക്കുന്നതാണ്. അപ്പോൾ സ്പെയിൻ ഗവൺമെൻറ്, പിന്നെ ഇത് ഇന്ത്യക്കാരിയാണ്, അപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ്, അങ്ങനെ ഈ തുർക്കിയായിട്ട്. അപ്പോൾ ഇതിൽ വ്യാപാരമായിട്ടുള്ള ബന്ധങ്ങൾ നമുക്കറിയാലോ, എക്സ്റ്റേണൽ മിനിസ്ട്രിയുടെയൊക്കെ കാര്യങ്ങളായിട്ട് വ്യാപാരം, അല്ലെങ്കിൽ വിദേശകാര്യമന്ത്രികളുടെയൊക്കെ രണ്ടു കൂട്ടരും വിലപേശുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു കാലഘട്ടത്തിൽ പിന്നീട് സീതയ്ക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ഈ നോവലിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇതിനകത്ത് പിന്നെ എനിക്കൊരു പോയിൻ്റായിട്ട് പറയാനുള്ളത്, ഇതിനകത്ത് ഇവള് ഗർഭിണിയാണ്, ഇങ്ങനെ തുർക്കി ആയിട്ടുള്ള ഒരു പയ്യനുമായിട്ടാണ് സ്നേഹം എന്ന് ഇവളുടെ അമ്മോട് പറയുമ്പോൾ അമ്മ ഇവളെന്നെ തിരസ്കരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് കുടുംബത്തിൻ്റെ മാനമാണ് മകളുടെ ജീവനേക്കാളും വലുത്, അല്ലെങ്കിൽ മകളുടെ പ്രണയത്തെക്കാളും വലുത് എന്നുള്ള ഒരു ടിപ്പിക്കൽ ഒരു മല്ലു ഫാമിലി ആയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇതുണ്ട്. അപ്പോൾ ഇവള് അപകടം ആയിട്ട് സർവൈവ് ചെയ്യുന്ന സമയത്തൊക്കെ അമ്മയെന്ന് വിളിച്ച് കരയാൻ പോലും, കാരണം ഇവളപ്പോൾ വിചാരിക്കുന്നുണ്ട് അമ്മോട് പറഞ്ഞ അമ്മ സന്തോഷിക്കും എന്നുള്ള ഒരു ചിന്തയാണ് ഇവൾക്ക്. കാരണം പിന്നീട് ഇവളുടെ തീരുമാനങ്ങൾ എന്താണ് എന്നൊക്കെയുള്ളതാണ് ഈ നോവലിൻ്റെ ഒരു ഇതിവൃത്തം. പിന്നെ ഇതിൻ്റെ എഴുത്ത് രീതി വളരെ മനോഹരമാണ്. കുറച്ചും കൂടിയും ഒരു ഡീറ്റെയിൽ, ഇപ്പം നമ്മൾ സാറാ ജോസഫിൻ്റെ നോവലോ അല്ലെങ്കിൽ KR മിരിയുടെയൊക്കെ നോവലിന് അതിനൊരു ഡീറ്റെയിലിംഗ് ഉണ്ട്. കുറച്ചും കൂടി അങ്ങനെ ആവാമായിരുന്നു എന്നുള്ളത് എനിക്കൊരു അഭിപ്രായമുണ്ട്. അങ്ങനെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആക്കാമായിരുന്നു, കുറച്ചും കൂടിയും ഭാഷ ഒന്നും കൂടി സാഹിത്യപരമായിട്ട് ആക്കാമായിരുന്നു എന്നുള്ളത്. പിന്നെ ഇതിനകത്ത് ഇവരുടെ പ്രണയത്തെ പറ്റി പറയുന്നത് വളരെ കുറച്ച് മാത്രമേ പറയുന്നു. അതൊന്നുകൂടി ഉണ്ടായിരുന്നെങ്കിൽ, അവരുടെ പ്രണയം എന്ന് പറയുമ്പോൾ നമുക്ക് പ്രണയം വായിക്കാൻ നല്ല രസമാണല്ലോ. അപ്പോൾ നമുക്ക് അതൊരു എന്താ പറയുക, മനസ്സിന് സന്തോഷം തരുന്ന കാര്യമാണ് പ്രണയം വായിക്കുക എന്നുള്ളത്. അപ്പോൾ അത് ഇതിനകത്ത് വളരെ കുറച്ചാണ്. ഒരു പക്ഷേ എഡിറ്റിങ്ങിൽ വന്നതിൻ്റെ ചിലപ്പോൾ ആളെഴുതിയിട്ടുണ്ടാവും, എഡിറ്റിങ്ങിൽ വന്നപ്പോൾ തന്നെ ഇത് കുറഞ്ഞതായിരിക്കാം. ഇത്രയുമൊക്കെ ആയിട്ടും ഇതിനൊരു 379 പേജ് ഉണ്ട് വായിച്ച് തീർക്കാനായിട്ട്. പക്ഷേ നമുക്ക് വായിക്കുമ്പോൾ നമുക്കൊരു ആകാംക്ഷയും കാര്യങ്ങളുണ്ട്, നല്ല വായനാക്ഷമത തരും നമുക്ക് കാരണം എന്തുണ്ടാവും എന്നുള്ളത്. പിന്നെ ഇതിലോരോ ചാപ്റ്റേഴ്സൊക്കെ നമുക്ക് ഭയങ്കര സങ്കടം വരുന്നു. ചില കഥാപാത്രങ്ങളുടെ എൻഡിങ്ങും അല്ലെങ്കിൽ അവരുടെ സർവൈവലും ഒക്കെ നമുക്ക് സങ്കടം തരുന്ന കാര്യങ്ങളാണ്. അപ്പം നമുക്കൊരു ഒത്തിരി ഒരു കണ്ണിനൊരു നനവൊക്കെ വരുന്ന തരത്തിലൊക്കെയാണ് എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു നോവലാണ് സിൻ. ഹരിത സാവിത്രി ഇനിയും നല്ല മനോഹരമായിട്ടുള്ള നോവലുകൾ എഴുതട്ടെ. അപ്പോൾ ഞാൻ ഒന്നും കൂടിയിട്ട് നമ്മുടെ ഓണം ഗിവ് അവേയുടെ കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഗിവ് അവേയിൽ പങ്കെടുക്കണം. നമുക്ക് ഇനിയും ക്രിസ്മസ് ഒക്കെ വരുമ്പോൾ ഇനിയും നമുക്ക് ഗിവ് അവേസൊക്കെ പ്രഖ്യാപിക്കാം. അപ്പോൾ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ പ്രൊമോട്ട് ചെയ്യുക ചാനലിനെ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിച്ചുകൊണ്ട് അടുത്തൊരു പുസ്തകവുമായി വരുന്നത് വരേക്ക് എല്ലാവർക്കും നമസ്കാരം.